ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്നുള്ള ചാപ്റ്ററിൽ ലെറ്റർ സക്സസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഒക്കർ ഡ്യൂറിങ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്? താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റം? അപ്പോൾ 3 സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ്, ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് ആൻഡ് ഗ്യാസ് ചേഞ്ചസ് ടു ലിക്വിഡ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഈ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തതെന്ന് അറിയണം. നമുക്കറിയാലോ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ പഠിച്ചതാണ്. സോളിഡിൽ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. അതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ബെഞ്ചിൽ നിങ്ങൾ 3-4 പേരെ ഇരിക്കണം. ഇനി അവിടെ കൊണ്ടുപോയി ഒരു 6-7 ആൾക്കാർ ഇരുത്തിയാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും അനങ്ങാൻ സ്ഥലം ഉണ്ടാവില്ല, അല്ലേ? നിങ്ങൾ ഭയങ്കര തിക്കായിട്ട് ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ട് ഇരിക്കേണ്ടി വരും. അങ്ങനെയാണ് സോളിഡ്സിൻ്റെ കേസിലിരിക്കുക. ഇനി ലിക്വിഡ് ആകുമ്പോൾ എങ്ങനെയാണ്? ഇനിയിപ്പോൾ നിങ്ങൾ ആ 7 പേര് 6 പേര് ഇരിക്കുന്ന ബെഞ്ചിൽ 3 പേരാക്കി ഇരുത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ആവശ്യത്തിൽ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് കുറച്ചൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്, സ്ഥലമുണ്ട്. ഇനി ഇൻ്റർവെൽ പീരീഡ് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങളെല്ലാവരും പല അകലത്തിൽ തോന്നിയതുപോലെ ആയിരിക്കും ഇരിക്കുക. അങ്ങനെയാണ് ഗ്യാസിൻ്റെ കേസിലിരിക്കുക. മോളിക്യൂൾസ് ഫാർ അപ്പാർട്ടാണ്, അവരവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് അറേഞ്ച്മെൻറ്റ് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സോളിഡ് ലിക്വിഡ് ടു ചേഞ്ചസ് ടു ലിക്വിഡ് എന്ന് പറയുമ്പോൾ സോളിഡ്സിൽ വളരെ ക്ലോസ് ആയിട്ടിരുന്ന ആൾക്കാരാണ്. അവർ ലിക്വിഡായിട്ട് മാറുമ്പോൾ ഇടയിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാടാ? പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടി വരും, അല്ലേ? അപ്പോൾ അവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അവർക്ക് നന്നായി മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കൂടി വരും. ഇടയിലുള്ള ഡിസ്റ്റൻസും കൂടി വരും, അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കൂടി വരും. ലിക്വിഡ് ഗ്യാസ് ആകുന്നു. ലിക്വിഡിലാകുമ്പോൾ അത്ര അകലെയല്ല, അത്ര അടുത്തും അല്ലാത്ത രീതിയിലാണ്. പക്ഷെ ഗ്യാസ് ആകുമ്പോൾ നമ്മൾ കണ്ടു വളരെ അകലത്തിലായിരിക്കും പാർട്ടിക്കിൾസ് ഇരിക്കുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? സെയിം ആൻസർ തന്നെ. ഡിസ്റ്റൻസ്, ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു, അതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കൂടുന്നു. പക്ഷെ ഗ്യാസ് ലിക്വിഡായിട്ട് മാറുമ്പോൾ ഗ്യാസിൽ വളരെ ഹാപ്പി ആയിട്ട് ദൂരെ തോന്നിയതുപോലെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നേരെ അവരെ പിടിച്ച് ലിക്വിഡ് ആകുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് വരേണ്ടി വരും. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു, അതുകൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ ചലിക്കാനുള്ള സ്വാതന്ത്ര്യം കുറയുന്നു. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഇസ് ദ മെയിൻ ഫോം ഓഫ് എനർജി ലിബറേറ്റഡ് ഓർ അബ്സോർബ്ഡ് ഡ്യൂറിങ് ഈച്ച് റിയാക്ഷൻ? റൈറ്റ് ദ ടൈപ്പ് ഓഫ് ഈച്ച് ഓഫ് ദീസ് കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ ഓരോ സന്ദർഭം വായിച്ചിട്ട് ഏത് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നതെന്നും അബ്സോർബ് ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ആ റിയാക്ഷനെ പറയുന്ന പേര്, ഒരു ടൈപ്പ്, നമ്മൾ 3 റിയാക്ഷൻസ് പഠിച്ചു, 3 ടൈപ്പ് റിയാക്ഷൻസ് പഠിച്ചു, അതിലേതാണെന്നും കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ അല്ലേ? നമുക്ക് ടെക്സ്റ്റിലുണ്ടായിരുന്ന അതേ എക്സാമ്പിളാണ്. അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു, ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് കണ്ടു. തണുപ്പ് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക, ചൂട് കണ്ടാൽ ഓർത്തോണം ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്? ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയാണ്. ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്താലും ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ടൈപ്പിനെ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുന്ന പേരാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. രണ്ടാമത്തെ എന്താടാ? അയൺ ബാങ്കിളിനെ കോപ്പർ വെച്ച് കോട്ട് ചെയ്യുന്ന, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇരുമ്പിൻ്റെ വളയെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് നമ്മളതിനെ കോപ്പറിനെ വെച്ച് എങ്ങനെ കോട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ സംഭവിച്ചത്. വെറുതെ വെള്ളത്തിൽ മുക്കിയിട്ട് ആ സൊല്യൂഷനിൽ മുക്കിയിട്ട് ആ കോട്ടിങ് നടക്കില്ല. നമ്മൾ പറഞ്ഞ ആ ബാറ്ററി ഉണ്ടെങ്കിലേ ഇലക്ട്രിസിറ്റി കൊടുത്താലേ ആ പ്രോസസ്സ് നടക്കുള്ളൂ. നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് നമ്മൾ പഠിച്ചു. അവിടെ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ടാണ് ആ പരിപാടി നടന്നത്. അപ്പോൾ നമ്മളതിനെ ആ ഒരു ടൈപ്പിനെ എന്ത് വിളിക്കാം? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. നമ്മളുടെ മിന്നാമിനിങ് കത്തുന്നു, ഗ്ലോയിങ് ഓഫ് ഫയർഫ്ലൈ, അല്ലേ? അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ, ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ട് ചെയ്തിട്ടാണ് അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ ഫോട്ടോ എന്ന് കണ്ടാൽ ഓർത്തോണം, ലൈറ്റായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്ത് വെച്ചൊരു ടെസ്റ്റ് ട്യൂബിൽ വെച്ച് കത്തിച്ചു. അവിടെ നമ്മളൊരു കത്തിയ ചന്ദനത്തിരി കാണിക്കുമ്പോൾ അത് നന്നായിട്ട് ബ്രൈറ്റായിട്ട് ഗ്ലോ ചെയ്യുന്നത് കണ്ടു. കാരണം അവിടെ ഓക്സിജൻ ഉണ്ടായി. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു വെച്ച ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ മൂട്ടിൽ നമ്മൾ തീ കൊടുത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് നടന്ന റിയാക്ഷൻ ആയതുകൊണ്ട് വി ക്യാൻ കോൾ ഇറ്റ് as തെർമോ കെമിക്കൽ റിയാക്ഷൻ. ലാസ്റ്റ് LED
ലെമൺ ഉപയോഗിച്ച് LED ബൾബ് കത്തിച്ചായിരുന്നു. അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ പഠിച്ചു? ആ മെറ്റലും ലെമൺ ഉള്ള ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാലും ആ ഒരു റിയാക്ഷനെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഈ 3 ടൈപ്പ് റിയാക്ഷൻസ് നന്നായി പഠിച്ചോണം. ഇങ്ങനെ സിറ്റുവേഷൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, heat some crystals of potassium permanganate in a dry test tube. Bring a burning incense stick near the mouth of the test tube. Potassium permanganate in a dry test tube എടുത്ത് ഹീറ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞു നിർത്തിയ സാധനം ചന്ദനത്തിരി അതിൻ്റെ തുമ്പത്ത് കാണിച്ചു കൊടുക്കുക. എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് കത്തുന്നത് കാണാൻ പറ്റും. ഞാൻ ഡയഗ്രാം ഒക്കെ കാണിച്ചു തന്നതാണ്. ഇൻസെൻസ് സ്റ്റിക്ക് വിൽ ബേൺ മോർ ബ്രൈറ്റ്ലി, നന്നായി കത്തുന്നു. കാരണം അവിടെ ഉണ്ടായ ഗ്യാസ് വിച്ച് ഈസ് ദ ഗേഷ്യസ് പ്രൊഡക്റ്റ് ഫോംഡ്. ആൻസർ മാത്രം മതി, ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടായത് കൊണ്ടാണ് അവിടെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് കത്തിയത്. ഏത് ടൈപ്പ് റിയാക്ഷനാണ് ഇവിടെ സംഭവിച്ചത്? വേണമെങ്കിൽ നമുക്ക് പറയാം എൻഡോതെർമിക് ആണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് നടന്ന ഒരു റിയാക്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ തന്നെ നമുക്ക് ഒരു എൻഡോതെർമിക്കിനെ എക്സോതെർമിക്കിനെ ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വൈറ്റ് ക്ലോത്ത് സിൽവർ നൈട്രേറ്റിൽ ഡിപ്പ് ചെയ്തു, ഡാർക്കൻസ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്. നമ്മൾ കണ്ട റിയാക്ഷനാണ്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്? ഇവിടെ തന്നെ ആൻസർ കിടപ്പുണ്ട് അല്ലേ? സൺലൈറ്റിൽ വെച്ചപ്പോഴാണ് അത് കറുത്ത കളറായിട്ട് മാറിയത്. അപ്പോൾ ഏത് ഫോം ഓഫ് എനർജി ആണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ലൈറ്റ് എനർജി ആണ്. ഇത്തരത്തിലുള്ള റിയാക്ഷന് ജനറൽ നെയിം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ലൈറ്റായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻസ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സോഡിയം മെറ്റല് വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് പുതിയ സബ്സ്റ്റൻസുകൾ ഉണ്ടാകുന്നു. ആ നല്ലൊരു രസമുള്ളൊരു റിയാക്ഷനാണ്. കാരണം ഈ സോഡിയത്തിൻ്റെ മെറ്റല് ചെറിയൊരു പീസ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുകയും ഒരു സൗണ്ട് വരികയും തീ ഉണ്ടാക്കുകയും ഭയങ്കര റിയാക്റ്റീവായിട്ടുള്ളൊരു റിയാക്ഷനാണ്. നിങ്ങൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ കുറേ കിട്ടും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന റിയാക്ടൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോഡിയം ആൻഡ് വാട്ടർ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് ആർ ദ റിയാക്ടൻസ് ഇൻ ദിസ് റിയാക്ഷൻ. അപ്പോൾ റിയാക്ട് ചെയ്തത് ആരൊക്കെയാണ്? സോഡിയം മെറ്റലിനെ കൊണ്ട് വെള്ളത്തിലിടാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വരുമ്പോൾ റിയാക്ടൻസ് ആരൊക്കെയായിരിക്കും? സോഡിയവും വാട്ടറുമാണ് റിയാക്ടൻസ്. പുതിയ ആൾക്കാർ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പുതിയ ആൾക്കാർ, അതായത് പ്രൊഡക്റ്റുകൾ ഫോം ചെയ്തത് ആരൊക്കെയാണെന്നാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പുതിയ ആൾക്കാർ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOHും വാട്ടറും ആണ് അവിടെ പ്രോഡക്ട്സ് ആയിട്ട് ഉണ്ടായത്. അപ്പോൾ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ റിയാക്ടൻസ് ആരൊക്കെയാണ് പ്രൊഡക്ട്സ് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ റിയാക്ടൻസിനെയും പ്രൊഡക്ട്സിനെയും കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിയണം. വളരെ കുറച്ച് റിയാക്ഷൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള. അപ്പോൾ ഇത്രയും ഉള്ളൂ LTSS ക്വസ്റ്റ്യൻസ്. നന്നായിട്ട് പഠിക്കുക. ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ